സൗമ്യ മനോജിലേക്ക് പോകുന്നു. സൗമ്യ മനോജ്, താങ്കൾ ഒരുപാട് കുട്ടികളെ കാണുന്നതാണ്, ഒരുപാട് കുട്ടികളുടെ വേദനകൾ കേൾക്കുന്നതാണ്, ഒരുപാട് പേരെ കൗൺസിലിംഗ് നടത്തുന്നതാണ്. നോക്കൂ, നോക്കൂ, നമ്മൾ കാണുന്നത് കൊലപാതകങ്ങളുടെ പരമ്പരയാണ്. അതത്രയും വാർത്തയാവുന്നു, അതിലെ പോലീസ് നടപടി കാണുന്നുണ്ട്. ഇപ്പം നമുക്ക് മനുഷ്യരാണെങ്കിൽ എന്താണ്, ഒരു സംഭവം കാണുമ്പോൾ ഒരു പാഠം എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ തോന്നുന്നവൻ അത് ചെയ്യാതിരിക്കുകയല്ലേ വേണ്ടത്. ഇത് ഇന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ചെയ്യുകയാണ്. കൂടുതൽ ചെയ്യുന്ന അത്രയും ബ്രൂട്ടനാണ്. ഈ ചോര കണ്ട് അറപ്പ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഒരു നിയമവും ഞങ്ങളെ ഒന്നും ചെയ്യാൻ വരില്ല എന്നൊരു പേടിയില്ലായ്മ ഉള്ളിൽ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ അരുൺ സാർ ഇപ്പം പറഞ്ഞു നിർത്തിയെടുത്താണ് എനിക്ക് തുടങ്ങാനുള്ളത്. സാർ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം ഞാൻ യോജിക്കുന്നു. സാർ ഇപ്പൊ പറഞ്ഞു വന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ആ ഒരു കാര്യം. കുടുംബ ബന്ധങ്ങളുടെ വൈകാരിക അടുപ്പം കുറയുന്നത് തന്നെയാണ്. ഞാൻ ഈ കുട്ടികളെ പേഴ്സണലായിട്ട് കാണുമ്പോൾ, അവരുമായി മിങ്കിൾ ചെയ്യുമ്പോൾ, അവർ പറയുന്ന അനുസരിച്ച് ഈ കുട്ടികളെ കേൾക്കാൻ ആരുമില്ല. ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കുട്ടികൾക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലാണ്. ഇപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പേരൻസുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു 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 വേദി അവിടെ ഇല്ല. സ്കൂളുകളിലാണെങ്കിലും ബ്രോയിലർ ചിക്കൻ പോലെയാണ് കുട്ടികൾ സ്കൂളിൽ ചെന്ന് ഇറങ്ങുന്നത്. ഗേറ്റിന്റെ മുമ്പിൽ നിന്നും സ്കൂൾ ബസ്സിൽ കയറുന്നു, അതിൽ കയറിയാൽ മിണ്ടാതിരിക്കണമെന്ന് വിരട്ടുന്നു, തിരിച്ച് സ്കൂളിൽ ചെന്നിരിക്കുന്നു. ലഞ്ച് കഴിക്കാൻ പോകുന്നത് വരെ ഒരു ക്യൂവിലാണ്. എങ്ങും അവരുടെ ഒരു എനർജി വേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളോ സങ്കടങ്ങളോ പങ്കിടാനോ, ഇവർക്ക് അവരുടെ പ്രശ്നങ്ങൾ വെന്റിലേറ്റ് ചെയ്യാനോ എങ്ങും ഒരു വേദി കിട്ടുന്നില്ല. അപ്പം ഇത്തരം കുട്ടികൾ വീട്ടിൽ വന്ന് തന്നെ ആണെങ്കിലും, നമ്മൾ വീട്ടിൽ പേരൻസിനോട് വന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എനിക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷാ പേപ്പർ കിട്ടി എന്ന് പറയുമ്പോൾ, നമ്മൾ സ്വാഭാവികമായും ആ കുഞ്ഞിനോട് ചോദിക്കുന്ന അടുത്ത ചോദ്യം അവന്റെ കൂട്ടുകാരന്റെ മാർക്ക് എത്രയാണെന്നാണ്. അല്ല, നിനക്കൊരു മാർക്ക് കുറഞ്ഞോ, സാരമില്ല എന്നൊന്ന് ചേർത്ത് പിടിക്കുന്നതിന് പകരം നമ്മൾ ആ കുട്ടിയിൽ അവിടെ മുതലേ ഇൻജെക്ട് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം, മറ്റു കുട്ടികളോട് സഹാനുഭൂതിയോട് പെരുമാറുന്നതിനേക്കാൾ അവൻ ഒരു മാർക്ക് കൂടുതൽ വാങ്ങിച്ചാൽ എന്റെ ശത്രുവാണ്, അതുകൊണ്ടാണ് ആ പേരന്റിന്റെ മുന്നിൽ എനിക്ക് മറുപടി പറയേണ്ടി വരുന്നത് എന്നൊരിതിലേക്കാണ് ആ കുഞ്ഞ് എത്തുന്നത്. അപ്പം ഈ അന്ന് മുതൽ ആ ഒരു ചെറിയ കുട്ടി, അതായത് ഈ എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ വളരെ ബ്ലാങ്ക് ആയിട്ടാണ് ജനിക്കുന്നത്. നമ്മളിപ്പോ ഈ ചർച്ചയിൽ ഉടനീളം പറഞ്ഞ കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ പറഞ്ഞത് അമ്മമാരെ കുറിച്ച് തന്നെയാണ്. ഇപ്പം പോലീസിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തവരമ്മ, ലാസ്റ്റിനെ കുറിച്ച് അനുഭവിക്കുന്നത് അമ്മ. അപ്പം എന്തുകൊണ്ടെന്ന് പറഞ്ഞാലും ഒരു കുട്ടിയിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും അത് ആദ്യം തിരിച്ചറിയാൻ കഴിയുന്നത് ഒരു അമ്മയ്ക്കാണ്, അല്ലെങ്കിൽ ഒരു പേരൻസിനാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നാൽ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നാൽ അവര് എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരു വീടുകളിലും ഇല്ല. കാരണം അവരും സ്ട്രെസ്ഫുൾ ആണ്. അവർക്കും ഓഫീസിന്റെ പ്രശ്നങ്ങൾ, സ്കൂളിൽ ടീച്ചേഴ്സ് സ്ട്രെസ്ഫുൾ ആണ്, അവർക്ക് സിലബസ് പഠിച്ചു തീർക്കാനുള്ള പ്രശ്നങ്ങൾ. പിന്നെ കായികമായും എന്താണ് ആർട്സ് സബ്ജക്റ്റും സ്പോർട്സ് സബ്ജക്റ്റിലും ഒക്കെ പോയാൽ ഇവിടെയെല്ലാം കോമ്പറ്റീഷൻസ് മാത്രമേ ഉള്ളൂ. ഈ കോമ്പറ്റീഷനിൽ നിന്നൊരു റിബൽ മെന്റാലിറ്റിയാണ് ഈ കുട്ടികളിലേക്ക് വരുന്നത്. ഈ അടുത്തിടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു റീൽസ് ആണ്. ഒരു കുട്ടിയുടെ നേരെ ഐസ്ക്രീം നീട്ടുന്ന ഒരു കടക്കാരൻ. 3-4 വയസ്സുള്ള ഒരു കുട്ടിയാണ്. 2-3 പ്രാവശ്യം ഈ ഐസ്ക്രീം ഇങ്ങനെ നീട്ടുമ്പോൾ കുഞ്ഞത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. നോർമലി 3-4 വയസ്സുള്ള ഒരു കുട്ടി ചെയ്യേണ്ടത് അത് കൊടുക്കാതിരിക്കുമ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പുറകോട്ട് ഓടുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അവൻ പെട്ടെന്ന് ചെയ്തത് അവന്റെ കയ്യിലിരുന്ന ഒരു കളിത്തോക്കെടുത്ത് ആ കടക്കാരൻ നേരെ ചൂണ്ടുന്നതാണ്. ഇത് സോഷ്യൽ മീഡിയ ഞാൻ ഈ അടുത്തിടെ കണ്ട റീൽസ് ആണ്. അപ്പൊ ഇത് എവിടെ നിന്നാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു വയലൻസിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. കാരണം ചെറിയ കുട്ടികൾക്ക്, 1 വയസ്സായ കുട്ടികളെ ഒക്കത്തിരുത്തി കാക്കയും പൂച്ചയും കാണിച്ച് ഭക്ഷണം കൊടുത്തിരുന്ന ഒരു തലമുറയിൽ നിന്ന് ഇന്ന് മാറി. കാരണം അമ്മമാരും അച്ഛന്മാരും ഒക്കെ ബിസിയാണ്. ഫോൺ എടുത്ത് അടുത്ത് കൊടുത്താൽ പെട്ടെന്ന് അവർ ചോറുണ്ട് തീർക്കും. ആ ചോറുണ്ണുമ്പോൾ അവർ കാണുന്നത് മൊത്തം ഈ വയലൻസ് ആണ്. കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ദൃശ്യങ്ങളടക്കം തലച്ചോറിലേക്ക് കയറിയും അത് വയലൻസിന് കാരണമാവുകയും ചെയ്യുന്നു എന്ന് 100% ശരിയാണ്. എനിക്ക് ഇടപെടൽ